എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തമിഴ്നാട് സ്റ്റൈലിൽ കാര ചട്നിയാണ്. നമുക്കിതിന് തക്കാളി ചട്നി എന്ന് പറയാം. ഈ ഒരു ചട്നി നമുക്ക് ഇഡ്ലി, ദോശ, പനിയാരം ഇതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ചട്നി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങളാണ് 2 വലിയ ഉള്ളി, 2 വലിയ തക്കാളി, ഉപ്പ്, പൊട്ടുകടല, പിന്നെ ഉണക്കമുളക് ഒരു 9 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ ഒരു ചെറിയ അളവിൽ പുളി, പിന്നെ ഓപ്ഷണലായിട്ട് ഞാനിവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടുക്, ഉണക്കമുളക്, എണ്ണ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇതുണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായമുളക് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. കായമുളക് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. ഉള്ളിയിട്ട് നന്നായി ഒന്ന് വഴറ്റുക. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പിടാവുന്നതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടുകടല ഇതിലേക്കിടാം. എണ്ണയിൽ കിടന്ന് എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. നന്നായി ഫ്രൈ ആവണം. നമ്മൾ ഉള്ളിയും പൊട്ടുകടലയെല്ലാം നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇടാം. തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വരണം. തക്കാളിയൊക്കെ ഒരുവിധം അടിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഒരൽപ്പം, അധികം ഇടണ്ട, ഒരൽപ്പം പഞ്ചസാര ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കുക. തക്കാളിയും ഉള്ളിയും പൊട്ടുകടലയും ഉണക്കമുളകെല്ലാം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണിയാൻ വെക്കാം. ചൂട് നന്നായി പോയതിനു ശേഷം നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഫ്രൈ ചെയ്തതൊക്കെ ഞാനിവിടെ ചൂടാറുവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊക്കെ ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ തക്കാളി ചട്നി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഇഡ്ലിക്കും ദോശയ്ക്കും എല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.